അവിടെ ഒരു തരത്തിലുള്ള ചലനവുമില്ല ആ ശരീരത്തിൽ എന്നുള്ളതാണ്. ഒരു ശബ്ദവും കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല. ഇതിൽ ജീവനോടെ പുറത്തു വരാനുള്ള സാധ്യത തുലവും വിരളമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് സംഭവിച്ചതാണ്. ഇന്നലെ രാത്രി പിന്നിട്ടു, ഇന്നൊരു പകൽ പിന്നിട്ടിരിക്കുന്നു. അവിടെ മുഴുവൻ ഏകദേശം 50 ടണ്ണോളം പാറയുടെ അടിയിലുള്ള ഈ ഹിറ്റാച്ചി മെഷീൻ്റെ ഉള്ളിലെ ക്യാബിനിലാണ് അജയ് റായ് ഈ കുടുങ്ങിക്കിടക്കുന്നത്. 3 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് ദിലീപ്? ഒരു പക്ഷേ നമുക്ക് അജയ് റായെ ജീവനോടെ തിരികെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷ ഈ ഉദ്യോഗസ്ഥർക്ക് പോലും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ ഈ ഘട്ടത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആകാശ ദൃശ്യങ്ങളിലൂടെ അജയ് കുമാറിനെ കൃത്യമായി കാണാം. അതായത് ആ ക്യാബിനുള്ളിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നത് വലിയൊരു പാറക്കല്ല് നീക്കം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തെ കുടുങ്ങിക്കിടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. പൊളിഞ്ഞു കിടക്കുന്ന ആ ക്യാബിനുള്ളിൽ തല കീഴായി കിടക്കുന്നത് അജയ് ആണ്. അജയുടെ ദേഹത്ത് ഒരു പാറക്കല്ലടക്കം കാണുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈയാണ് ആദ്യം നമ്മൾ കണ്ടത്. അതിന്റെ ക്യാബിന്റെ മുകളിലുള്ള ഗ്രിൽസുകൾ മാറ്റിയപ്പോഴാണ് അജയ് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കാണുകയും ചെയ്തത്. ഇപ്പോൾ ഈ ലോങ് ബൂം എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ നിന്ന് 2 സേനാ ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങുകയും അജയ്യെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഏറെ ശ്രമകരമായ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ഇപ്പോൾ അജയ്യെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അജയ് ഉണ്ടായിരുന്ന ക്യാബിന് മുകളിൽ വലിയ പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം അജയ്യുടെ ജീവൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം വലിയ പാറക്കല്ലുകൾ നീക്കിയതിന് ശേഷമാണ് അജയ്യെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങുന്നതാണ്. അവർ ഇറങ്ങി അജയിനെ എടുക്കുന്നതായിരിക്കും നമുക്ക് അല്പം നിന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുക. എന്തായാലും ഇപ്പോൾ അജയെ കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. ഏറെ പക്ഷേ ഇത് അത്ര ആശ്വാസകരമല്ല എന്ന് തോന്നുന്നു ദിലീപ്. കാരണം ജീവനോടെ നമുക്ക് അജയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആകാശ ദൃശ്യങ്ങളിൽ നേരിയ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ മുകളിൽ റോപ്പ് വഴി താഴേക്ക് ഇറങ്ങുകയാണ്. 3 ഉദ്യോഗസ്ഥരാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ 3 ഉദ്യോഗസ്ഥരാണ് വളരെ അപകടകരമായ സാഹചര്യത്തിൽ ആ ക്വാറിയിലേക്ക് ഇറങ്ങുന്നത്. അവിടെ തകർന്നു കിടക്കുന്ന എക്സ്കവേറ്ററിൻ്റെ അടുത്തേക്ക് എത്തുക. അവിടെ ഒരു പാറക്കല്ലിൻ്റെ അടിയിലാണ് ആ ക്യാബിനുള്ളിൽ അജയ് റായ് കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ നിന്നും അജയ് റായെ പുറത്തെത്തിക്കേണ്ട ശ്രമകരമായ ദൗത്യമുള്ളത് ഈ ഉദ്യോഗസ്ഥരാണ്. അവർ താഴേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരിക്കൽ കൂടി നമുക്കതിൻ്റെ ക്ലോസ് ഫ്രെയിംസ് പ്രേക്ഷകർക്ക് ലഭ്യമാകുമെങ്കിൽ അത് കാണിക്കാവുന്നതാണ്. ഒട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലാണ് 2 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടു കൂട്ടി. ഈ എക്സ്കവേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നത് അജയ് റായ് ആയിരുന്നു. ജാർഖണ്ഡ് സ്വദേശിയാണ്. ഇപ്പോൾ ആ എക്സ്കവേറ്ററിൽ നിന്ന് ഹിറ്റാച്ചി എക്സ്കവേറ്ററിൽ നിന്ന് ആ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അജയ് റായെ ലോങ് ബ്രൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ജീവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ല. സാധ്യത വളരെ 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 വിരളമാണ്. കാരണം ഒരു വലിയ പാറയുടെ അടിയിലാണ് അജയ് റായ് പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അജയ് റായെ ജീവനോടെ തിരികെ എത്തിക്കാമെന്നുള്ള പ്രതീക്ഷ അസ്തമിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഒരു രാത്രിയും ഒരു പകലും പൂർണ്ണമായും പിന്നിട്ടിരിക്കുന്നു. അജയ് റായയുടെ അടുത്തേക്ക് ഇപ്പോൾ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആകാശ ദൃശ്യങ്ങളുടെ ക്ലോസ് ഫ്രെയിമുകൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണിക്കാം. എവിടെയാണ് എങ്ങനെയാണ് അജയ് റായ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളുടെ ഡ്രോൺ വിഷ്വൽസിൽ നമുക്ക് കൂടുതൽ വ്യക്തവുമാണ്. നമുക്ക് 3 പേർ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അജയ് റായയുടെ ശരീരം പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഒരുപക്ഷേ പൾസ് ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. ഉദ്യോഗസ്ഥൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പാറക്കല്ല് വന്ന് ഈ മെഷീൻ്റെ ഹിറ്റാച്ചിയുടെ എക്സ്കവേറ്ററിൻ്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അതിൻ്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അജയ് റായെ ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അജയ് റായെ തിരികെ ഇനി ആ കല്ല് മാറ്റി വേണമോ എത്തിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ ശരീരം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക. കാരണം ഇനി ആ എക്സ്കവേറ്റർ ഇത്രയും ദൂരെ നിന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണമായിരിക്കും മുകൾ ഭാഗത്തുള്ള വലിയ കല്ലുകൂടി നീക്കം ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ